ജിന്ന് സാന്നിധ്യമുള്ള വീടിന്റെ അടയാളം. ഒരു വീട് അത് വെറും കല്ലും മണലും കൊണ്ട് നിർമ്മിച്ച ഒരു കെട്ടിടം മാത്രമല്ല. അതൊരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളുടെ, സ്നേഹത്തിന്റെ, സുരക്ഷിതത്വത്തിന്റെ ഒരാശ്രയ കേന്ദ്രമാണ്. പക്ഷേ ചിലപ്പോൾ ആ സുരക്ഷിതത്വം ഒരു നിഴൽ മൂടുന്നു. ഒരദൃശ്യ സാന്നിധ്യം ആ ചുവരുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നു. ആ സാന്നിധ്യം ജിന്നിന്റേതാണ്. ഇസ്ലാമിക വിശ്വാസപ്രകാരം ജിന്നുകൾ നമ്മെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സൃഷ്ടികളാണ്. അവർ നമ്മുടേതുപോലെ ഒരു ലോകത്ത്, ഒരുപക്ഷേ നമ്മുടെ വളരെ അടുത്ത് ജീവിക്കുന്നു. അവരിൽ ചിലർ നന്മ ചെയ്യുന്നവരാണ്. എന്നാൽ ചിലർ അവർ മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇരുട്ട് കൊണ്ടുവരുന്നവരാണ്. ആ ഇരുട്ട് ഒരു വീടിന്റെ ഉള്ളിൽ കടന്നുകൂടുമ്പോൾ ജീവിതം പതുക്കെ പതുക്കെ മാറിത്തുടങ്ങുന്നു. ആ മാറ്റം ആദ്യമാരും ശ്രദ്ധിക്കുകയില്ല. ഒരു ചെറിയ അസ്വസ്ഥത, രാത്രി ഉറക്കം ശരിയായി വരുന്നില്ല, ഒരു കാരണവുമില്ലാതെ മനസ്സ് ഭാരമേറിക്കൊണ്ടിരിക്കുന്നു. ആ വീടിന്റെ ഒരു മൂലയിലിരിക്കുമ്പോൾ ഒരു കൊടും തണുപ്പ് ഉള്ളിലേക്കിറങ്ങുന്നു. ആ ചുവരിനപ്പുറത്ത് ആരോ ഉണ്ടെന്നൊരു തോന്നൽ. ആ ഇരുളടഞ്ഞ ഇടനാഴിയിൽ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ആരോ പിറകെ നടക്കുന്നുണ്ടെന്നൊരു ഭയം. ഇവ വെറും ഭ്രമകൽപ്പനകളല്ല, ഇവ അടയാളങ്ങളാണ്. ഒരു വീട്ടിൽ ജിന്ന് സാന്നിധ്യമുണ്ടാകുമ്പോൾ ആ അടയാളങ്ങൾ പല രൂപത്തിൽ പ്രത്യക്ഷപ്പെടും. ഏറ്റവും ആദ്യം തോന്നുക ഒരു അദൃശ്യഭാരം ആ ഇടത്തുണ്ടെന്നാണ്. ആ മുറിയിൽ കടക്കുമ്പോൾ ശ്വാസമുള്ളിൽ കുടുങ്ങുന്ന പോലെ. ആ വീട്ടിൽ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും ഒരാധിയോടെയാണ്. ആ ആധി എവിടെ നിന്ന് വരുന്നുവെന്ന് ആർക്കും വ്യക്തമായി പറയാനാവില്ല. ചിലർ പറയും, അർദ്ധരാത്രിയിൽ ആ ഇടനാഴിയിൽ കാലൊച്ചകൾ കേൾക്കുന്നു. ആരുമില്ലെന്നുറപ്പുവരുത്തിയ ശേഷവും ആ ഒച്ച നിൽക്കുന്നില്ല. ചിലർ പറയും, ഉറക്കത്തിൽ ആരോ മുകളിലിരിക്കുന്ന പ്രതീതി. ഞെട്ടിയുണർന്നാൽ ആരുമില്ല. പക്ഷേ ആ ഭാരം ഇപ്പോഴും അനുഭവപ്പെടുന്നു. ഈ ലക്ഷണങ്ങൾ ഒറ്റ ദിവസത്തെ കഥകളല്ല. ഇവ ദിവസം ചെല്ലുന്തോറും കൂടുതൽ തീവ്രമാകുന്നു. കുടുംബത്തിലെ അംഗങ്ങൾ കൂടുതൽ വഴക്കടാൻ തുടങ്ങുന്നു. ചെറിയ കാര്യങ്ങൾ വലിയ കലഹങ്ങളായി മാറുന്നു. ഒരു കാരണവുമില്ലാതെ ദേഷ്യം ഒഴുകിവരുന്നു. ആ ദേഷ്യം ആരിൽ നിന്ന് വരുന്നുവെന്ന് അവർക്കു തന്നെ അറിയില്ല. ആ വീടിന്റെ ഉള്ളിൽ ഒരു ദൃശ്യമല്ലാത്ത ആരോ ആ കുടുംബത്തിന്റെ സ്നേഹത്തെ, ഐക്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. കുട്ടികൾ പെട്ടെന്ന് ഭയക്കാൻ തുടങ്ങുന്നു. ഒറ്റയ്ക്ക് ആ മുറിയിലിരിക്കാൻ മടിക്കുന്നു. ഉറക്കത്തിൽ നിലവിളിക്കുന്നു. ആ കൊച്ചു കണ്ണുകളിൽ ഒരു ഭയമുണ്ട്. അതവർക്ക് വാക്കുകളിൽ പറയാൻ പോലും കഴിയുന്നില്ല. ഇനി ആ ഭൗതിക ലോകത്തിന്റെ അടയാളങ്ങൾ. ആ ഇടത്ത് ദുർഗന്ധം. ഒരു കാരണവുമില്ലാതെ. ഒരു വൃത്തിയുള്ള മുറിയിൽ ഒരു ചീഞ്ഞ മണം. ഒരു നിമിഷമുണ്ട്, അടുത്ത നിമിഷമില്ല. ഇലക്ട്രിക് ഉപകരണങ്ങൾ കാരണമൊന്നുമില്ലാതെ തകരാറിലാകുന്നു. ഓണാക്കിയ വിളക്കുകൾ ഓഫാകുന്നു. ആ ഇടത്തൊരു കൊടും തണുപ്പ്. ബാക്കി എല്ലായിടത്തും ചൂടുണ്ടെങ്കിൽ പോലും. ഇവ ആകസ്മികമല്ല. ഇവ ആ ഇടത്ത് ഒരു ശക്തിയുണ്ടെന്നതിന്റെ അടയാളങ്ങളാണ്. ഇനി ഏറ്റവും ഗൗരവമേറിയ അടയാളം. ആ വീട്ടിലെ ആളുകൾക്ക് ആ ഇടം വിടാൻ തോന്നാതിരിക്കുന്നു. ആ ഇടം ഭയാനകമാണെന്നറിഞ്ഞുകൊണ്ടും